ഡിറക്ഷൻ, പുതിയ വർഷത്തിൻ്റെ ഡയറക്ഷൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ചില നിബന്ധനകൾ അല്ലെങ്കിൽ നിയമങ്ങൾ പറഞ്ഞു തരാൻ പോവുകയാണ്. എ ന്യൂ ഇയേഴ്സ് ഡയറക്ഷൻ. എവ്രി ഇയർ വി ടേക്ക് 2 types ഓഫ് റെസൊല്യൂഷൻസ്. അതായത് നമ്മൾ എല്ലാ വർഷവും തുടങ്ങുമ്പോൾ നമ്മൾ റെസൊല്യൂഷൻസ് എടുക്കും. ഞാൻ ഇന്നത് ചെയ്യും, ഞാൻ അങ്ങനെ കാണിച്ചു, എൻ്റെ ബലഹീനതകൾ ഞാൻ മാറ്റും. അത് ഒന്ന് വേണ്ടാന്ന് വെക്കും, ഒന്ന് ചെയ്യാനും തീരുമാനിക്കും. അത് എല്ലാ വർഷവും നമ്മളിലുള്ള ബലഹീനതകളെ മാറ്റി വെച്ച് ഒരു പുതു മനുഷ്യനായിട്ട് ജീവിക്കാൻ, ഒന്ന് വേണ്ടാന്ന് വെക്കാനും ഒന്ന് നല്ലത് ചെയ്തെടുക്കാനുമുള്ള തീരുമാനം എല്ലാവരും എടുക്കാറുണ്ട്. അറിഞ്ഞോ അറിയാതെ നമ്മൾ ചെയ്യും. ഒരു പുതുവർഷം തുടങ്ങുകയാണ്, ഞാൻ പുതിയൊരു ജീവിതം തുടങ്ങും, നമ്മുടെ ആഗ്രഹം. ബിക്കോസ് വി ഓൾ വാണ്ട് ടു ഫൈൻഡ് ഹാപ്പിനെസ്. ഹ്യൂമൻ ബീയിങ്സ് ആർ ഓൾവേസ് ഇൻ സെർച്ച് ഓഫ് ഹാപ്പിനെസ്. നമുക്കെപ്പോഴും സന്തോഷം കിട്ടാനുള്ള പരിപാടി, സന്തോഷം ഇൻബിൽറ്റ് നമുക്ക് വെച്ചിട്ടുണ്ട്, പക്ഷെ നമ്മളത് നേടുന്നില്ല. സോ ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയുകയാണ്. എങ്ങനെയാണ് സത്യവെളിച്ചത്തിൻ്റെ ആത്മാവ് നിന്നുകൊണ്ട് 2 തരത്തിലുള്ള ആളുകളെക്കുറിച്ച് സങ്കീർത്തനത്തിനകത്ത് പറയുന്നുണ്ട്. ഞാൻ സങ്കീർത്തനം 1 തന്നെയാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്ന സങ്കീർത്തനമാണ്, പക്ഷേ വളരെ കാതലായ ചില സത്യങ്ങൾ ഇതുമൂലം പറഞ്ഞു തരാൻ ആത്മാവ് ആഗ്രഹിക്കുന്നു. സാംസ് ഓഫ് 2 ways, 2 തരത്തിലുള്ള വഴികളാണ് സങ്കീർത്തനത്താത്ത. ഒന്ന് ദ വേ ഓഫ് റൈറ്റ്യസ്, നീതിമാൻ്റെ വഴികൾ, അല്ലെ അവന് നല്ലവനായ ഒരു മനുഷ്യൻ്റെ വഴികൾ. 2 ദ വേ ഓഫ് ദി അൺഗോഡ്ലി, അൺറൈറ്റ്യസ്, ദുഷ്ടൻ്റെ വഴികൾ. 2 തരത്തിലുള്ള വഴിയാണ്. ഒന്ന് നീതിമാൻ്റെ വഴി, രണ്ടാമത്തേത് ദുഷ്ടൻ്റെ വഴി. സങ്കീർത്തനം 1 തൊട്ട് 3 വരെയുള്ളത് നീതിമാൻ്റെ വഴികളാണ്. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോഴും ഞങ്ങളൊക്കെ നമ്മളെ കൊച്ചു പിള്ളേരെയൊക്കെ സങ്കീർത്തനം 1 കാണാതെ പഠിപ്പിക്കും. പലപ്പോഴും സങ്കീർത്തനം 1 കാണാതെ പഠിക്കുക മക്കളെ എന്ന് പറയും. പിന്നെ നമ്മൾ പഠിപ്പിക്കുന്ന ഒന്നാണ് സങ്കീർത്തനം 23. ഇതൊക്കെ ഏതൊരു വിശ്വാസിയുടെയും ഹൃദയത്തിൽ, മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ലാംഗ്വേജിലും കാണാതെ അറിഞ്ഞിരിക്കണം. 1 തൊട്ടുള്ള 3 വരെയുള്ളത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാഗ്ദത്തങ്ങളാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് നീതിമാൻ്റെ വഴി ഭാഗ്യമുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ആരാണ് നീതിമാന്, ആരാണ് ദുഷ്ടന്. 1 തൊട്ട് 3 വരെ സങ്കീർത്തനം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തിൽ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റിരിക്കത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു, ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എന്ത് മനോഹരമായിട്ട് സങ്കീർത്തനം 1 തുടങ്ങുന്നത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കത്തില്ല, പാപിയുടെ വഴി നിൽക്കത്തില്ല, പരിഹാസയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കത്തില്ല. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോയിട്ട് ഈ ഒരു കൂട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നൊരു വിടുതലിൻ്റെ ആത്മാവിനെ അയക്കുകയാണ് എൻ്റെ കൂടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെന്ന് കണ്ടിട്ട് ദൈവാത്മാവിൻ്റെ കൂട്ടത്തിലല്ലാത്തവിടൊന്ന് വിളിച്ചു മാറ്റാനുള്ള അധികാരത്തിൽ പ്രധാന ദൂതനെ ദൈവം തമ്പുരാൻ അയക്കുന്ന ദിവസമാണ്. സമ്മുഖദൂതൻ, ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദൂതൻ സ്വർഗത്തിൽ. നമ്മൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ. അപ്പോൾ ദീസ് ആർ തിങ്സ് വിച്ച് ഭൂമിയിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. നമ്മുടെ പദവിയല്ല, നമ്മുടെ അധികാരം നമുക്ക് എന്താണെന്ന് അറിയത്തില്ല. അതേസമയം നമ്മൾ ഈ ഫിസിക്കലി, അതായത് ജഡത്തിൽ ജീവിക്കുന്നവർക്ക് 4-5 പേര് കൂടിയാൽ അവർക്ക് പല കാര്യങ്ങൾ തീരുമാനം എടുത്ത് ചെയ്യാൻ ഒക്കുന്നുണ്ട്. നമ്മൾ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ ഒക്കും, പിന്നെ ആശുപത്രി തുടങ്ങാൻ ഒക്കും, വലിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ മനുഷ്യന് ചെയ്യാനും. ബിക്കോസ് ഫ്യൂ പീപ്പിൾ ഓഫ് ലൈക്ക് മൈൻഡഡ് തിങ്കിങ് ഉള്ളവർ ഒന്നിച്ചു കൂടിയിട്ട് അവർക്ക് ചെയ്യാൻ ഒക്കും. ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ സ്പിരിറ്റ് റെലം. നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് എന്താ? നടക്കത്തില്ല. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാനൊക്കത്തില്ല. അവിടെ നിർത്തട്ടെ. പാപിയുടെ വഴിയിൽ അവൻ നിൽക്കത്തില്ല, പരിഹാസിയുടെ ഇരിപ്പത്തിൽ ഇരിക്കത്തില്ല. അവർക്കവിടെ ഇരിക്കാനൊക്കത്തില്ല. കാരണം ദൈവത്തിൻ്റെ മക്കൾക്ക് അതെങ്ങനെയാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്? നമ്മൾ ഈ പരിശുദ്ധാത്മാവ്, നമ്മൾ ഒറ്റമൂലി പരിശുദ്ധാത്മാവാണ് ഒരു മനുഷ്യനെ ചേഞ്ച് ചെയ്യുന്നതിന്. നമ്മൾ ഇന്ന സ്വഭാവം മാറ്റണേ, നമ്മൾ കള്ളുകൂടി മാറ്റണേ, അല്ലെങ്കിൽ കൂടുതൽ പാർട്ടി മാറ്റണമേ, അല്ലെങ്കിൽ ദൈവത്തെ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി പദം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഏകദേശം സത്യത്തിൽ ഒറ്റ പ്രാർത്ഥന ദൈവമേ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കണമേ, ആകർഷിക്കണമേ.
പൗലോസിനെ തിരിച്ചു മാറ്റിയ ദൈവം ആകർഷിച്ചു. ജെസ്സി ഡ്യൂപ്ലാന്റിസ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഡ്രഗ് അഡിക്റ്റുമായിട്ട് ഇങ്ങനെ പാട്ടും പാടി നടന്നുകൊണ്ടിരിക്കുന്ന അവൻ്റെ അമ്മ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. ഒരു ദിവസം അവൻ ഈ ഡ്രം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജെസ്സി എന്ന് വിളിക്കുന്ന ശബ്ദം കേട്ടു. 3 പ്രാവശ്യം വിളിച്ചു. 3 പ്രാവശ്യം വിളിച്ചപ്പോഴും അവൻ വിചാരിച്ചു കൂട്ടുകാരാണ് ആരെങ്കിലും എന്നെ വിളിച്ചോ എന്ന് ചോദിക്കുന്നു. ആരും വിളിച്ചിട്ടില്ല. 3-ാം പ്രാവശ്യം വിളി കേട്ടപ്പോൾ അവന് മനസ്സിലായത് സാധാരണ അല്ല വിളിക്കുന്നത് പരിശുദ്ധാത്മ ദൈവത്തിൻ്റെ ശക്തി. അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയെന്നാണ് പറഞ്ഞു. അവൻ ഇറങ്ങി ഓടിയിട്ട് ആ മനുഷ്യൻ ഫോൺ എടുത്തു. അന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ഇന്നും അദ്ദേഹം പ്രാസംഗികനായിട്ട് TV കാണാം. അദ്ദേഹം ഫോണെടുത്ത് അമ്മയോട് വിളിച്ചേച്ച് പറഞ്ഞു അമ്മയുടെ പ്രാർത്ഥന നിർത്തുമോ എന്ന് ചോദിച്ചു. ബിക്കോസ് ഹി ന്യൂ ദാറ്റ് ഗോഡ് ഈസ് കോളിങ് ഹിം. പക്ഷേ അമ്മ പ്രാർത്ഥനയൊന്നും നിർത്തിയില്ല. അവർ പ്രാർത്ഥിച്ചു, അവനെ ദൈവത്തിലാക്കാനിടയാക്കി. അവനിന്ന് ബെസ്സി ഡ്യൂപ്ലാന്റിസ് സ്വർഗത്തിൽ പോയിട്ട് ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അനേക മക്കൾക്ക് വചനം പറഞ്ഞുകൊണ്ട്. ഇപ്പം പറയാൻ അദ്ദേഹത്തിന് വലിയ ചിരിയാണ്. കാരണം ഈ കാണുന്ന ഭൂമിയിലെ ഭാരം എല്ലാം ദൈവം തമ്പുരാൻ എടുത്തു മാറ്റി സന്തോഷം കൊടുത്ത് തിരിച്ചു വിട്ടു. ദൈവത്തെ കണ്ടവർക്ക് സന്തോഷം വരണമല്ലോ. കാരണം ഹീ ഈസ് ഫുൾ ഓഫ് ജോയ്. അവൻ്റെ പേരതാണ്. അപ്പം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നമുക്ക് നടക്കാനൊക്കത്തില്ല. പാപിയുടെ വഴി നിൽക്കാനൊക്കത്തില്ല. പരിഹാസത ഏർപ്പെടുത്തിയിരിക്കുക. യഹോവയുടെ ന്യായപ്രമാണത്തിൽ മാത്രം ധ്യാനിക്കുന്നവനായി മാറണമെങ്കിൽ, അതായത് എൻ്റെ ഭക്ഷണ രീതി മാറിയെന്നേ, എൻ്റെ സ്വഭാവം മാറി. പണ്ട് നമ്മൾ ടെലിവിഷൻ കണ്ടും മാഗസിൻ വായിച്ചും മറ്റുള്ളവരുടെ കുറ്റവും കണ്ടുകൊണ്ടിരുന്നിടത്തുനിന്ന് മാറിയിട്ട് ഇന്നിപ്പോൾ എൻ്റെ സ്വഭാവം ദൈവത്തിൻ്റെ ആത്മാവിൽ മാത്രമായി മാറുകയാണ്. അതൊരു വലിയ പദവിയാണ്. ആ ഉന്നത പദവിയിലേക്ക് കയറുന്നത് ഇത് ഉന്നതമാണെന്നും ഇത് ദൈവമാണ് നമുക്ക് തന്നെന്നുള്ള ഈ വിചാരം പോലും ഇട്ട് തരുന്നത് ദൈവമാണ്. ഈ ദാനിയേലിൻ്റെ പുസ്തകത്തിനകത്ത് 12-ന്റെ 2-ാം വാക്യം പറയുന്നുണ്ട്, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനാം ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. അതായത് നമ്മളെല്ലാം ഒരു കാലത്ത് മരിച്ചു പോകും. അപ്പോൾ ഈ പൊടിയിൽ കിടക്കുന്ന നിദ്ര കൊള്ളുന്നവർ ചിലരെന്തിനായിട്ട് നിത്യജീവനായിട്ടും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായിട്ട് 2 തരത്തിലാണ്. ഒരാൾ ഉണരുന്നത് നിത്യമായ ജീവൻ, അവന് റിവാർഡുകളല്ലേ അവാർഡുകളാണ് കൊടുക്കുന്നത്. പക്ഷെ മറ്റു ചിലർ ലജ്ജയ്ക്കും നിത്യമായ നിന്ദയ്ക്കും വരും. അപ്പം ലജ്ജയും നിന്ദയും നമ്മൾ ഇവിടെ വെച്ച് പ്രാപിച്ചെടുക്കുകയാണ്. ഇതൊക്കെ മാറിപ്പോണെങ്കിൽ പരിശുദ്ധാത്മ. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെ പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെ എന്നേക്കും പ്രകാശിക്കും. അപ്പം ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൽ ദൈവത്തിലേക്ക് നീതിയിലേക്ക് തിരിക്കുന്നവർ ദൈവത്തിൻ്റെ ആത്മാവിന് നല്ല നക്ഷത്രങ്ങളെപ്പോലെ എന്നും പ്രകാശിച്ച് നിൽക്കും. അപ്പോൾ നമുക്ക് ഇറ്റേണൽ ലൈഫ് കിട്ടുന്നത് ഇവിടെ ഈ സങ്കീർത്തനം 1-ൽ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. ഇറ്റേണൽ ലൈഫ് കിട്ടുന്നവരുടെ സ്വഭാവത്തിൻ്റെ ആദ്യ ഭാഗമാണ് ദുഷ്ടന്മാരുടെ ആലോചന പറയാൻ നടക്കത്തില്ല, പാപിയുടെ വഴി ഇരിക്കത്തില്ല, പരിഹാസയുടെ ഇരിപ്പിടത്തിൽ. അവൻ്റെ കൂടുമായിട്ട് എന്ത് ബന്ധം, അതായത് ഇരുട്ടും വെളിച്ചവും തമ്മിൽ എന്ത് ബന്ധം. ദൈവത്തിൻ്റെ ആത്മാവിനെതിരായിട്ടുള്ള സകലതും നമ്മളിൽ നിന്ന് അഴിഞ്ഞു പോകുന്ന ദിവസമാണിത്. അവൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണമെങ്കിൽ ഈ വചനം വായിക്കുകയും വചനം എടുക്കുന്നവരോട് ആരും പറഞ്ഞിട്ടല്ല ചെയ്യുന്നത്. ദാറ്റ് ബിക്കംസ് ദെയർ ഫുഡ്. നമുക്കറിയാവുന്ന ഒരു കുടുംബത്തിൽ അങ്ങോട്ട് അവരെപ്പോൾ സമയം കിട്ടിയാലും ഒരു പാർട്ടിക്കോ പാർട്ടിയെന്ന് പറഞ്ഞാൽ ഒന്നിച്ചൊരു ഗെറ്റ് ടുഗദർ വന്നാൽ പോലും അല്പസമയം കിട്ടിയ ഒരു കാറിനകത്തിരുന്ന് വചനം വായിച്ചിട്ട് ആ ലാസ്റ്റ് മിനിറ്റിൽ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ ദൈവത്തിനോടുള്ള തീഷ്ണത, അതൊന്നും ആർക്കുമില്ല. എല്ലാവരും എന്തുകൊണ്ട് നമ്മൾ ഒന്നിച്ച് കൂടരുതെന്നല്ല, ഒന്നിച്ച് കൂടണം. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഉന്നതനായ ദൈവത്തിലേക്കുള്ളത് ചിന്തിക്കുക. നീതിമാൻ്റെ ഒരു അവസ്ഥയാണ് സങ്കീർത്തനം 1-ന്റെ 1 തൊട്ട് 3 വരെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 4 തൊട്ട് 6 വരെ ദുഷ്ടൻ അങ്ങനെയല്ല. ദുഷ്ടന്മാർ അവർ കാറ്റുപാറ്റുന്ന പതിർവ്, അതായത് നമ്മൾ ഈ ഗ്രെയിൻ ആൻഡ് ചാഫ്, കതിരും പതിരും കൂടി എടുക്കുന്ന പോലെ ദുഷ്ടനെ പറപ്പിച്ച് കളയും കാറ്റ് കൊണ്ടുവന്ന്. ആ ഒരു കാറ്റടിക്കുമെന്ന് കാറ്റ് പാറ്റുന്ന പതിർപ്പ്. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിൽ നിവർന്ന് നിൽക്കത്തില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. അപ്പം ദുഷ്ടന്മാരുടെ വഴി നാശകരമാകുന്നു സങ്കീർത്തനം 1-ൽ തന്നെ എഴുതി വെച്ചു. നമുക്ക് ആദ്യമേ തന്നെ സങ്കീർത്തനം പഠിപ്പിക്കുമ്പോൾ മക്കളെയോ മരുമക്കളെയോ കൊച്ചുമക്കളെയോ പ്രായമുള്ളവരാണ് 2 വഴിയേ ഉള്ളൂ. 1 നീതിമാൻ അനുഗ്രഹത്തിലേക്ക് പോകുന്ന വഴി, 2 ചാഫ് അല്ലെങ്കിൽ കാറ്റത്ത് പാറ്റിപ്പറപ്പിക്കുന്ന ചാഫ് പോലെ മലയാളം പറയുന്നത് പതിർ പോലെ, അത് കാറ്റത്ത് പറന്നു പോകും. അവർ ദൈവസഭയെ നിവർന്ന് നിൽക്കത്തില്ല. അവൻ്റെ വഴി നാശകരമാണ്. ആ നാശകരമായ വഴി. അപ്പോൾ 2 വഴിയാണ് മുമ്പിൽ വെച്ചിരിക്കുന്നത്. നമുക്ക് തിരഞ്ഞെടുക്കാം, നല്ല വഴി മാത്രം തിരഞ്ഞെടുക്കാനും മറ്റത് കൊട്ടി അടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
കർത്താവേ, ഒരു പുതിയ വർഷത്തിൻ്റെ 1-ാം മാസമാണിത്. ഈ ഒരു വർഷം പല കാര്യങ്ങളും നേടേണ്ടതാണ്. ദൈവത്തിൽ നിന്ന് അനുഗ്രഹവും കർത്താവിൻ്റെ പ്രതിഫലവും കർത്താവിന് സമൃദ്ധമായ ദൈവത്തിൻ്റെ ശാശ്വത ഭുജങ്ങളിലേക്ക് നോക്കിയേച്ച് നിന്നിൽ നിന്ന് വാങ്ങിച്ചെടുക്കാനുള്ള ഒരു അനുഗ്രഹം കൃപൻ്റെ കിട്ടേണ്ട ഒരു വർഷമാണ്. അപ്പോൾ ഞങ്ങളുടെ ചിന്തകൾ സങ്കീർത്തനം 1:1-3 വരെ പറയുന്നത് പോലെ കർത്താവിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കണം. വേണ്ടാത്ത ഒരു വഴികളും ഞങ്ങൾ ചെന്ന് നിൽക്കാനിടയാക്കല്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാൻ വിടരുത്. പാപിയുടെ വഴി ഇരിക്കരുത്. പരിഹാസത ഏർപ്പെടുത്തരുത്. പാപിയുടെ വഴിയിൽ നിൽക്കാനോ പരിഹാസയുടെ വഴിയിൽ ചെന്ന് ഇരിക്കാനോ അനുവദിക്കാത്ത വണ്ണം കൊട്ടി അടയ്ക്കണമേ. വാതിലടയട്ടെ, അടഞ്ഞുപോട്ടെ. ഇതുവരെ അറിഞ്ഞോ അറിയാതെയോ തുറന്നു കിടക്കുന്ന എല്ലാ വാതിലും അടഞ്ഞുപോട്ടെ. ദൈവത്തിന് ഹിതമല്ലാത്തത് കർത്താവിന് ഹിതമുള്ളത് മാത്രം നമ്മുടെ ഭവനങ്ങളിൽ നടക്കാം. കർത്താവ് നീതിമാൻ്റെ കുറിച്ച് വേദപുസ്തകത്തിൽ ദാനിയേലിനകത്ത് എഴുതിയിരിക്കുന്ന കർത്താവ് ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയാണ്. അനേകരെ നീതിയിലേക്ക് കൊണ്ടുവരുന്നവർ കർത്താവ് നക്ഷത്രത്തെ പോലെ ശോഭിക്കേണ്ട തലമുറകളാണ് ഞങ്ങളുടെ തലമുറകൾ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. വചനം അയക്കുന്നു, വചനം ചെന്ന് കൊള്ളട്ടെ. വചനം ചെന്ന് പ്രവർത്തിച്ചിട്ട് ഉത്തരമായിട്ട് തിരിച്ചു വരാവും. ദൈവവചനം അയച്ചാൽ അത് ജീവനും ചൈതന്യമുള്ളതാകിയാൽ അത് ചെന്ന് കൊണ്ടിട്ട് പ്രവർത്തിക്കുന്നു എന്ന് കാണുവാൻ തക്കവണ്ണം ഉത്തരമായിട്ട് കടന്നു വരട്ടെ. അപ്പച്ച, അതിൻ്റെ പരിശുദ്ധമായ വചനം അയക്കുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും ഇന്നും സകലതും വചനം കൊണ്ട് നിലനിർത്തുന്നു എങ്കിൽ ഭൂമിയിൽ ഞങ്ങൾ വായിക്കുന്ന വചനം പ്രവർത്തിക്കാതെ തിരിച്ചു വരികയില്ല. അപ്പച്ചൻ്റെ വിശ്വസ്തത വലുതാകിയാൽ ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.